എറണാകുളം കൂത്താട്ടുകുളത്ത് രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ചയെന്ന് റിപ്പോർട്ട്. റൂറൽ പോലീസ് അഡീഷണൽ SP M കൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച് നടപടിക്ക് ശുപാർശ ചെയ്ത SP DIGക്ക് കൈമാറി. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്? അതിന് കൂത്താട്ടുകുളത്തെ രാഷ്ട്രീയ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അഡീഷണൽ SP ഒരു അന്വേഷണം നടന്നിരുന്നത്. ഈ അന്വേഷണത്തിൽ ചില പോലീസിന് കാര്യമായ വീഴ്ച പറ്റിയതായി തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അഡീഷണൽ SP ആയിട്ടുള്ള M കൃഷ്ണൻ ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് SPക്ക് ആലുവ റൂറൽ SPക്ക് കൈമാറിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് തടയാമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, അവിടെ ആൾ കൂടിയപ്പോൾ ആളുകളെ പിരിച്ചുവിടാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, പിന്നീട് കൗൺസിലർ തട്ടിക്കൊണ്ടുപോകൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നപ്പോഴും അതിനെ കാര്യമായി എതിർക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നില്ല. വലിയ വീഴ്ച പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് M കൃഷ്ണന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, കൃത്യമായ വിവരങ്ങൾ, അതായത് ഒരു സംഘർഷം ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നു. എന്നാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കാനോ അതിന് മുന്നോടിയായി തന്നെ ഇത്തരം സംഘർഷങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിക്കുവാനോ പോലീസ് ശ്രമിച്ചിരുന്നില്ല. പകരം ഒരു സമവായ ശ്രമത്തിന് ആണ് പോലീസ് ശ്രമിച്ചത്. കൂടാതെ അവിടെ എത്തിയ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചത് എന്നുള്ള ഒരു കണ്ടെത്തലും നടത്തിയിരിക്കുകയാണ്. ഈ കണ്ടെത്തലുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് M കൃഷ്ണൻ ഈ റിപ്പോർട്ട് ആലുവ റൂറൽ SP വൈഭവ് സക്സേനയ്ക്ക് കൈമാറിയിട്ടുണ്ട്. അദ്ദേഹം അത് DIGക്ക് ഉടൻ തന്നെ നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ കോൺഗ്രസ് ഇത് സംബന്ധിച്ചുള്ള ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പോലീസ് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുത്തു, പോലീസ് ഒറ്റ നിലപാടിൽ നിന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും കൂത്താട്ടുകുളത്ത് രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിന് വീഴ്ച എന്നുള്ളതാണ് കണ്ടെത്തൽ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്.